വെജിറ്റബിൾ കുറുമയ്ക്ക് ആദ്യമായിട്ട് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനെ കോരി മാറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതിനെ കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് നെയ്യിലാണ് കേട്ടോ. നെയ്യിലാണ് ഞാൻ കാഷ്യൂവും കിസ്മിസൊക്കെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കിസ്മിസും ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ബോൾ രൂപത്തിലൊക്കെ എത്തി. അപ്പോൾ നമുക്കതിനെയും അധികം കരിക്കാതെ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. നമ്മളുണ്ടാക്കുന്നത് നെയ്യിലാണ് കേട്ടോ വെജിറ്റബിൾ കുറുമ. ഇപ്പോൾ നമ്മൾ കാഷ്യൂവും കിസ്മിസും ഫ്രൈ ചെയ്ത് അതേ ഓയിൽ തന്നെ നമുക്ക് കുറുമ ഉണ്ടാക്കാം. ഞാനായിട്ട് ചെറുജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുജീരകം കുറുമയുടെ ഒരു ഫ്ലേവർ തരുന്ന ഘടകമാണ്. ഇനി നമുക്ക് ക്യൂബ്സായിട്ട് കട്ട് വെച്ചിരിക്കുന്ന ഓനിയൻ ഇടാം. അതിലൊരു 3 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ചോപ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 പീസ് കറിവേപ്പില. ഇത്രയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പച്ചമുളക് തീരെ പൊടിയായിട്ട് നുറുക്കരുത്. ഓംപ്ലേറ്റിന് കട്ട് ചെയ്യുന്ന അതേ ലെവലിൽ കട്ട് ചെയ്യുക. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, സവാള വാടാൻ വേണ്ടിയിട്ട്. നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് വാടി വരുന്നുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ സവാള ഇതെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തക്കാളി ഇടുന്നുണ്ട്. ഞാൻ തക്കാളി ഒരു 2 ചെറിയ തക്കാളി എടുത്തിരിക്കുന്നത്, അതും ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിരിക്കുന്നു. ഇനി അതിൽ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കതിനെ മിക്സ് ചെയ്യാം. ഞാൻ ഇവിടെ സവാള എടുത്തിരിക്കുന്നത് ഒരു 1.5 സവാള കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് പേസ്റ്റ് ചേർക്കാം. ഞാൻ എടുത്തിരിക്കുന്ന കാഷ്യൂനട്ട് എന്ന് പറഞ്ഞാൽ ഒരു 5-6 കാഷ്യൂനട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കാഷ്യൂനട്ട് അരച്ച വെള്ളമല്ല, അപ്പോൾ നമുക്കതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് അതിനെ ഇളക്കി ഒന്ന് ടൈറ്റാക്കി എടുക്കാം. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ അതിനകത്തേക്ക് ഇടണം. ഞാനിവിടെ വെജിറ്റബിൾ ബോയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, ബീൻസ് എല്ലാം കൂടി ചേർത്ത് കുറച്ച് ഇവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോരെയാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഉള്ള വെജിറ്റബിൾ ബോയിൽ ചെയ്ത് വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ കോളിഫ്ലവറും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 6 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ആട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 ഉരുളക്കിഴങ്ങ്, ചെറിയ പീസ് ക്യാരറ്റ്, കുറച്ച് ഗ്രീൻ പീസ്, കുറച്ച് ബീൻസ്, ഇത്രയും സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വെജിറ്റബിളും നമ്മുടെ മസാലയും കൂടി ചേർന്ന് നല്ല തിക്ക് പരുവായിട്ട് വരണം കേട്ടോ. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് മിൽക്കാട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ലിറ്ററിനടുത്ത് മിൽക്ക് ഇവിടെ ബോയിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നാടൻ തേങ്ങ കിട്ടുകയാണെങ്കിൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാൽ എടുക്കുക, പിന്നെ ഫസ്റ്റ് പാൽ എടുക്കുക. അപ്പോൾ സെക്കൻഡ് പാൽ വെച്ച് നമുക്ക് അതിനെ വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് ടൈറ്റാക്കാം ഫസ്റ്റ് പാൽ വെച്ച്. ഇപ്പോൾ ഞാനിവിടെ മിൽക്കാണ് ചേർക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ, ഫാമിലിയുടെ താമസിക്കുന്നവർക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. കാരണം സ്പൈസി ഇല്ലാത്ത നല്ല റെസിപ്പിയാണ്. ഇപ്പം ഞാൻ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ചെറുങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, പാല് തിളയ്ക്കുന്നവരെ. അതിങ്ങനെ ചെറുങ്ങനെ ടൈറ്റായിട്ട് വരും. നമുക്കതിനിടയ്ക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഏലക്കായ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ലേശം ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ കുറുമ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ചും കൂടി ടൈറ്റ് ആയതിന് ശേഷം നമുക്ക് കാഷ്യൂനട്ടൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്.
നിങ്ങളുടെ അടുത്ത് ക്രീം ഉണ്ടെങ്കിൽ ടിൻ ക്രീം കിട്ടും, കുറച്ച് ക്രീം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ക്രീം ഇപ്പം എൻ്റെ അടുത്ത് അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാൻ ഒഴിക്കാത്തത്. ക്രീം ഉണ്ടെങ്കിൽ ക്രീം കൊണ്ട് ഒഴിച്ചൊന്ന് നല്ല കുറുകി കിട്ടും. മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ലഭ്യമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. മല്ലിയിലയും ക്രീമും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നെയ്യപ്പത്തിന് പറ്റിയ നല്ലൊരു കറി കേട്ടോ. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഞാൻ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഫ്രൈ ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാതെ പോകുമല്ലോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി റെസിപ്പിയാണ്. ഇപ്പോൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലിയുടെ താമസം കൊച്ചുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. ഇത് കണ്ടിട്ട് എൻ്റെ അഭിപ്രായം അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.